ഹായ്, വെൽക്കം ടു മൈ ചാനൽ ക്ലാസിക് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക ഹലുവയാണ്. ചക്ക വരട്ടി വെച്ച അതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഹലുവ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചക്ക വരട്ടിയിട്ടാണ് കാണിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ചക്ക വേണമെങ്കിലും എടുക്കാം, വരിക്കച്ചക്ക പഴച്ചക്ക ഏതായാലും കുഴപ്പമില്ല. അതിനാദ്യം ഒന്ന് നന്നായിട്ട് വിത്തൊക്കെ മാറ്റി ചകിണിയൊക്കെ മാറ്റിയിട്ട് നന്നായി അരച്ചെടുക്കുക. നല്ല പോലെ അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് രൂപത്തിൽ വരണം, ഒരു തരി പോലും ഉണ്ടാവരുത്. ഉണ്ടല്ലേ? എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായി വേവിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചിട്ടും അരയ്ക്കാം, അപ്പോൾ പിന്നെ കുറേ നേരം തണുക്കാനൊക്കെ കുറേ സമയം വെക്കണം. ഇതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇതിനെ നല്ല പോലെ വേവിക്കാം. ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി, അത്ര ആവശ്യമുള്ളൂ വരണുള്ളൂ. ഞാൻ നോൺ സ്റ്റിക്ക് പാൻ എടുത്തേക്കണേ. മറ്റേ ചീനച്ചട്ടി ആകുമ്പോൾ അടി പിടിക്കാണ്ട് നോക്കണം. പിന്നെ വരട്ടണ സമയത്ത് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇതിലിപ്പോൾ ഞാൻ നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തില്ല. ഇത് ശർക്കര എടുത്തിട്ടുണ്ട്, 4 ശർക്കര എടുത്ത് ഒരു 1 കിലോൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുത്താൽ മതി. ശർക്കരേനെ വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അരിച്ചൊഴിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. ഇനി നിങ്ങളുടെ നല്ല ശർക്കരയാണ്, കല്ലൊന്നും ഇല്ലാത്തതാണെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അതിനെ ആ വേവിച്ച ശർക്കര ചക്കയിലേക്ക് നേരിട്ടിടാം കേട്ടോ, അങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനിതിനെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഈ ചക്കേനെ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇത് വെന്ത ചക്കയാണ് കേട്ടോ, കുറച്ച് വെന്ത ചക്കയിലേക്കാണ് ഇത് ഒഴിക്കണത്. ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുക, നല്ലപോലെ വരട്ടണം. എത്രത്തോളം നന്നായി വരട്ടണോ അത്രത്തോളം നമ്മുടെ അലുവയുടെ കളറ് നല്ല ബ്രൗൺ കളറായിട്ട് വരും, അല്ലെങ്കിൽ കുറച്ചൊരു മഞ്ഞ കളറിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്കാണ് വരിക. ഞാനിതിപ്പോൾ ഒരുവിധം നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്, അത്ര നന്നായിട്ടല്ല എന്നാലും ഒരുവിധം പാകത്തിന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വരണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് അരിമാവ് ഒഴിക്കണം. ഞാനൊരു 1/2 കപ്പ് അരി എടുത്തേക്കണേ, നല്ലോണം നിറച്ചെടുത്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് കലക്കിയിട്ടുണ്ട്. ഞാൻ വറുത്ത അരിപ്പൊടി എടുത്തേട്ടാ, നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്ത ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് പിന്നെ അതിനൊന്ന് അതിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിരുന്നു അരിപ്പൊടി, അതുകൊണ്ട് ഒരു 1/2 കപ്പും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കണത്. ഇതിന് പകരം വെള്ളത്തിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നാളികേരപ്പാലും ഒഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ നാളികേരപ്പാൽ ഒഴിക്കാണ്ടും നമുക്ക് നന്നായിട്ട് ടേസ്റ്റിൽ തന്നെയാണ് വന്നത്, കാരണം ഇതൊരു എളുപ്പത്തിലുള്ളത് ഉള്ള ഒരു അലുവയാണ്. നാളികേരം കുറവ് ഉള്ള വീട്ടിലും ഒക്കെ നമുക്കിത് ഉണ്ടാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നാളികേരപ്പാൽ ഇല്ലാണ്ട് ഉണ്ടാക്കിയേക്കണത്. ഇത് നല്ല പോലെ വരട്ടിയെടുക്കുക. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അധികം നെയ്യ് വേണ്ടി വരില്ല, ഒരു 4-5 ടേബിൾ സ്പൂണ് വേണ്ടി വന്നുള്ളൂ. പക്ഷെ മറ്റേ ചീനച്ചട്ടി ആകുമ്പോൾ കുറച്ചും കൂടി നെയ്യ് വേണ്ടി വരും, കാരണം അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ നല്ല പോലെ വരട്ടി വരുമ്പോൾ ഇതിൽ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും 1 ടേബിൾ സ്പൂണ് നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വറുത്തിടണമെന്നൊന്നുമില്ല, ഏലക്കാപ്പൊടിയോ ചുക്ക് ജീരകം എന്ത് വേണമെങ്കിലും ഇടാം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് വറുത്തിട്ടേക്കണേ. കണ്ടില്ലേ, നന്നായി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ മാവൊക്കെ ഒരു ഇത് ചക്ക വരട്ടിയതൊരു സൈഡിലേക്ക് ആക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒട്ടാത്തൊരു പരുവം ഉണ്ടല്ലേ, ഇങ്ങനെ ഓടി കളിക്കണ ഒരു പരുവം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആവുമ്പോൾ നമുക്ക് ഇതിനെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ 2-3 മണിക്കൂർ നല്ലോണം തണുക്കണ വരെ വെക്കുക. അതാണ് അതിൻ്റെ കണക്ക്. കണ്ടോ, ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇത്തിരി ഒരു നെയ്യ് ഇത്തിരി ഒഴിച്ച് കൊടുത്താൽ മതി, 1 സ്പൂൺ നെയ്യ് മതി. എന്നിട്ട് പരത്തുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും, നമ്മുടെ ചട്ടുകത്തിലൊന്നും പിടിക്കാതെ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് എല്ലാ സൈഡിലും ഈ തട്ടിലും ഞാൻ നെയ്യ് പരത്തിയിട്ടുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് നമ്മളിതിങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യാം, മുറിച്ച് കഴിയുമ്പോൾ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് അരി കൊണ്ട് ഉണ്ടാക്കിയ കാരണം നല്ല ടേസ്റ്റാണ്. വായിലിടുമ്പോഴേക്ക് ശരിക്കും നമുക്ക് നല്ല അലിഞ്ഞു പോണ പോലെ തോന്നും. മറ്റ് ഗോതമ്പൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇതങ്ങനെയൊന്നുമല്ല, ഇത് ഭയങ്കര സോഫ്റ്റാണ്. അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ അമർത്തണേ, എന്നാൽ മാത്രമാണ് എൻ്റെ വീഡിയോ ഇടുന്നത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അത് മറക്കരുത്. ഉണ്ടല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.